നമസ്തേ, എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് പറയുന്നത് എങ്ങനെയാണ് ഒരു പോസ്റ്റർ ആക്കുക എന്നാണ്. ഇപ്പോൾ ഇന്ന് ഒരുപാട് പോസ്റ്റേഴ്സ് നമുക്ക് ഓൺലൈനായിട്ട് നെറ്റിലെല്ലാം കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഞാൻ രണ്ട് പോസ്റ്റർ മേക്കിംഗ് ആപ്ലിക്കേഷൻ അവിടെ പഠിക്കുന്നു. പോസ്റ്റർ മൈ വോളും ക്യാൻവയും. പോസ്റ്റർ മൈ വോളിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ എൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അതിൽ ലിങ്ക് അത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് പോസ്റ്റർ മൈ വോളും ക്യാൻവയും. ആദ്യം പോസ്റ്റർ മൈ വോൾ എടുക്കുക. അവിടെ നമ്മൾ ഡിസൈൻസിൻ്റെ അവിടെ നമുക്ക് ഇഷ്ടമുള്ള നമ്മളെ ബിസിനസ് ആണോ, ആ ബിസിനസ്സിൻ്റെ പേരെന്താണോ, അല്ലെ ഫുഡിൻ്റെ ആണോ, അല്ലെങ്കിൽ ബിസിനസ് മറ്റേ സ്റ്റേഷനറി ആണോ, അല്ലെ എഡ്യൂക്കേഷൻ ആണോ, കോളേജ് ആണോ, ഏതാണ് നിങ്ങൾക്ക് പോസ്റ്റർ വേണമെന്ന് വെച്ചാൽ അവിടെ ടൈപ്പ് ചെയ്യാം. ഞാനിപ്പോൾ സ്കൂൾ അഡ്മിഷൻ്റെ ഒരു പോസ്റ്ററാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ സ്കൂൾ അഡ്മിഷൻ എന്നുള്ള അവിടെ ടൈപ്പ് ചെയ്തിട്ടുണ്ട് സെർച്ചിനിടെ. അപ്പോൾ നമുക്ക് ആ സ്കൂൾ അഡ്മിഷൻ്റെ ഇഷ്ടം പോലെ പോസ്റ്റേഴ്സ് ഇങ്ങനെ വരും. അപ്പോൾ നമുക്ക് അതിൻ്റെ അകത്തുള്ള ഇഷ്ടമുള്ള പോസ്റ്റേഴ്സ് നമുക്ക് സെലക്ട് ചെയ്യാം. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം പോസ്റ്റർ മൈ വോൾ ചെയ്യാനാണ് കേട്ടോ. ഞാൻ ഒരുപാട് പോസ്റ്റേഴ്സ് ചെയ്തിട്ടുണ്ട്. കൻവനെക്കാട്ടി എനിക്കിഷ്ടം പോസ്റ്റർ മൈ വോളാണ്. കാരണം വേഗം ചെയ്യാൻ പറ്റും, ഈസി ആയിട്ട് എഡിറ്റ് ചെയ്യാൻ പറ്റും, വേഗം ഡൗൺലോഡ് ചെയ്തിട്ട് നേരെ ഗാലറിയിലേക്ക് പോകും. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ട് പോസ്റ്റർ മൈ വോൾ ചെയ്യാൻ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോസ്റ്റേഴ്സ് നമുക്ക് ഇതിനകത്ത് എടുക്കാം. ഞാനിപ്പോൾ എനിക്ക് ഒരു ചെറിയൊരു പോസ്റ്റർ ഇതിനകത്ത് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ സ്ഥാപനത്തിൻ്റെ ഫുഡാണോ അല്ല ഇതിനകത്ത് സെർച്ച് ചെയ്താൽ കിട്ടും കേട്ടോ. ഞാനിപ്പോൾ ഞാൻ ചെയ്യുന്നതുകൊണ്ട് എൻ്റെ സ്കൂൾ അഡ്മിഷൻ എന്നിട്ട് കൊടുത്തതാണ്. സ്കൂൾ അഡ്മിഷൻ വെച്ചാൽ എനിക്ക് ലാസ്റ്റ് ഇവിടെ എഡിറ്റ് ഡിസൈൻ ഒരു കണ്ട എഡിറ്റ് ഡിസൈൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ പോസ്റ്റർ എഡിറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനുള്ള പേരും അല്ലെ അതിൻ്റെ അകത്ത് കൊടുക്കാൻ പറ്റും. അത് വരുന്നുണ്ട്. നമുക്കിത് ഒരു പോസ്റ്റർ വന്നിട്ടുണ്ട്. ഫ്രീ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. എഡിറ്റ് അതിന് താഴെ കുറേ ഓപ്ഷൻ ഉണ്ട്. ഫസ്റ്റ് വൺ ആഡാണ്. ആഡിൻ്റെ അകത്ത് നമുക്ക് ഓൾറെഡി നമ്മൾ അപ്ലോഡ് ചെയ്ത് അങ്ങനെ ഉണ്ടെങ്കിൽ അത് ഇതിൻ്റെ അകത്തേക്ക് പോസ്റ്റർ മൈ വോളിലേക്ക് അപ്ലോഡ് ചെയ്തിട്ട് ഇതിൻ്റെ മീഡിയ ടെക്സ്റ്റ് റെക്കോർഡ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നുണ്ടെങ്കിലോ നമുക്ക് ഈ പോസ്റ്റർ മൈ വോളിൽ ആഡ് ചെയ്യാൻ കൊടുക്കാം. നെക്സ്റ്റ് വരുന്നത് റീസൈസാണ്. റീസൈസ് എന്ന് വെച്ചാൽ നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ സൈസ് ഏത് സൈസിൽ വേണോ പോസ്റ്റർ എന്ന് വെച്ചാൽ നമുക്ക് നോക്കിയിട്ട് ഇതിൽ കൊടുക്കാൻ പറ്റും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സൈസിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ആനിമേഷൻ നമുക്ക് വേണമെങ്കിൽ പോസ്റ്റർ മൈ വോൾ ആനിമേഷന് കൊടുക്കാം കേട്ടോ. നല്ല അടിപൊളി പോസ്റ്റർ മേക്കിംഗ് ആപ്പാണ്. അതിൻ്റെ മേലെ ആ ടെക്സ്റ്റിന് മേലെ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ആ ടെക്സ്റ്റ് എഡിറ്റ് ചെയ്യാം. നേരെ താഴെ ടെക്സ്റ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും. ഫോട്ടോ എല്ലാം എഡിറ്റ് ചെയ്ത് മാറ്റാൻ പറ്റും. ലോഗോ വേണ്ടെങ്കിൽ നമുക്ക് താഴെ ഡിലീറ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ആ താഴെ ഡിലീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അതങ്ങ് പോകും. ലോഗോ നമുക്ക് വേണ്ടാത്ത സാധനം നമുക്ക് ഇതിനകത്ത് പോക്കിയിട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ നമുക്ക് ടെക്സ്റ്റിനെ നമുക്ക് ഡ്യൂപ്ലിക്കേറ്റിന് ചെയ്യാൻ പറ്റും. ഇനി വേണമെങ്കിൽ ടെക്സ്റ്റ് മാറ്റണമെന്നുണ്ടെങ്കിൽ അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ടെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. അവിടെ വെൽക്കം ബാക്ക് എന്നുള്ളത് നമുക്ക് മാറ്റിയിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഹെഡിങ് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു സ്കൂളിൻ്റെ പേര് കൊടുക്കുന്നുണ്ട്, ടൈപ്പ് ചെയ്യുന്നുണ്ട്. ടാലൻറ്റ് ഇൻ്റർനാഷണൽ സ്കൂൾ. ഞാൻ അത് മാറ്റിക്കഴിഞ്ഞാൽ സാധാരണ നമ്മൾ വേർഡിലെല്ലാം ചെയ്യുന്ന പോലെ തന്നെ സാധാരണ ഇതിൻ്റെ അകത്ത് ടൈപ്പ് ചെയ്താൽ ഈസിയിൽ ടൈപ്പ് ചെയ്യാൻ പറ്റും. അങ്ങനെ വെരി ഡിഫിക്കൽട്ടീസ് ഒന്നുമില്ല. വേഗം തന്നെ ഈസി ചെയ്യാൻ പറ്റും. നമുക്ക് ഇഷ്ടമുള്ളത് ടൈപ്പ് ചെയ്യാൻ പറ്റും. ടാലൻറ്റ് ഇൻ്റർനാഷണൽ സ്കൂളിൽ നിന്ന് ടൈപ്പ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ എല്ലാം ചേഞ്ച് ചെയ്തിട്ട് നമുക്ക് ചേഞ്ച് ചെയ്ത് അത് വലിച്ചു കഴിഞ്ഞാൽ വലിഞ്ഞ് ചിങ്ങ് വരും. അതേപോലെ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അത് എവിടെ വേണമെങ്കിലും പ്ലേസ് ചെയ്യാൻ പറ്റും. ഒരു ഡിഫിക്കൽട്ടി ഇല്ല. പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണ് പോസ്റ്റർ മൈ വോൾ. സ്പീഡിൽ നമുക്കൊരു 10 മിനിറ്റ് കൊണ്ടെല്ലാം പോസ്റ്റർ മൈ വോൾ എന്നൊരു 10 മിനിറ്റ് അല്ല, വേർഡിലെല്ലാം നല്ലോണം അറിയുന്നവർക്ക് ഒരു 5 മിനിറ്റ് കൊണ്ട് വരെ ഒരു പോസ്റ്റർ ആക്കാൻ പറ്റും. അത്രയ്ക്കും സ്പീഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണ് പോസ്റ്റർ മൈ വോൾ. ടൈപ്പ് ചെയ്യുന്നുണ്ട് ടാലൻറ്റ് ഇൻ്റർനാഷണൽ സ്കൂൾ. ഓക്കെ. ഇനി നമുക്കത് താഴെയുള്ള സ്കൂൾ എന്നുള്ളത് പൊക്കിക്കളയാം. താഴെ സ്കൂളിൽ നിന്ന് അവിടെ ഇതിൻ്റെ അകത്തുണ്ട്. അത് ക്ലിക്ക് ചെയ്തിട്ട് വേണമെങ്കിൽ നമുക്കത് ഇങ്ങോട്ട് താഴോട്ട് വെച്ചിട്ട് താഴെ നമ്മളെ ഡിലീറ്റ് ബട്ടൺ ഉണ്ട്, അത് വെച്ചിട്ട് നമുക്ക് ഡിലീറ്റ് ഉണ്ട്, അത് വെച്ചിട്ട് നമുക്ക് അത് പോക്കിക്കളയാം. ഡിലീറ്റ്. ഓക്കെ, അത് പോയി. ഇനി ആ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ അത് വലുതാക്കുക, ചെറുതാക്കുക, സൈസ് വേണമെങ്കിൽ കൂട്ടാം. ഫോണ്ട് എടുത്തിട്ടുണ്ട്. ഫോണ്ട് മാറ്റാം. ഫോണ്ട് ഉണ്ട്, ഇവിടെ ഒരു ഫോണ്ട് ഉണ്ട്. അതാണ് ഫോണ്ട് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഫോണ്ട് ഇഷ്ടം പോലെ ഫോണ്ട് ഉണ്ട്. നമുക്ക് ഇഷ്ടമുള്ള ഫോണ്ട് നമുക്ക് ചേഞ്ച് ചെയ്യാം. എനിക്കിപ്പോൾ ആ ഫോണ്ട് തന്നെ മതി, അതുകൊണ്ട് ഞാനത് ചേഞ്ച് ചെയ്യുന്നില്ല. വേണമെങ്കിൽ സൈസ് കൂട്ടാം. സൈസ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. സൈസ് എടുത്തു കഴിഞ്ഞാൽ നമുക്കത് പ്ലസ് കൂട്ടാനാണ്. പ്ലസ് അമർത്തി കഴിഞ്ഞാൽ അതിങ്ങനെ കൂടി വരും. അതിൻ്റെ സൈസ് കൂടി വരും. അത് നമുക്ക് വേണമെങ്കിൽ ബോൾഡ് ആക്കാം. അത് ബോൾഡിലൊരു ഓപ്ഷൻ ഉണ്ട്, സ്റ്റൈൽ എന്ന് പറഞ്ഞിട്ട്. സ്റ്റൈൽ ആകുമ്പോഴത്തേക്ക് കഴിഞ്ഞാൽ ബോൾഡ് കട്ടിയാക്കാൻ പറ്റും. ഇറ്റാലിക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നമുക്ക് ടെക്സ്റ്റിന് സ്റ്റൈൽ കൊടുക്കാൻ പറ്റും. ഇനി നമുക്ക് വേണമെങ്കിൽ അത് ഡ്യൂപ്ലിക്കേറ്റ് എല്ലാം ചെയ്യാം.
ഇത് വേണമെങ്കിൽ നമുക്ക് ടാലൻറ്റ് ഇൻ്റർനാഷണൽ സ്കൂളിൽ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാം. ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തിട്ട് താഴെ നമുക്കൊരു എന്താണോ വേണ്ടത് അത് പോക്കുക. വേണമെങ്കിൽ നമുക്ക് താഴെ വേണമെങ്കിൽ വരുന്നെങ്കിൽ ടൈപ്പ് ചെയ്യണമെങ്കിൽ ടൈപ്പ് ചെയ്യുക, ഇഷ്ടമുള്ള പോലെ ചെയ്യാം. അത് റീപ്ലേസ് ചെയ്യുക, അത് വേണ്ടെങ്കിൽ ആ കുട്ടിയുടെ ചിത്രം വേണ്ടെങ്കിൽ അത് പോക്കിക്കളയുക, എല്ലാം ചെയ്യാൻ പറ്റും. നമുക്ക് എന്താണോ നമ്മളെ ആവശ്യം അതേപോലെ നമുക്ക് ചെയ്യാൻ പറ്റും. ബാക്ക്ഗ്രൗണ്ട് കളറെല്ലാം ചേഞ്ച് ചെയ്യാൻ പറ്റും കേട്ടോ. ആ കളറുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വേർഡിൽ അറിയുന്നവർക്കാണെങ്കിൽ പെട്ടെന്ന് 5 മിനിറ്റ് കൊണ്ട് ചെയ്യാൻ പറ്റും. വെരി ഈസിയാണ് ചെയ്യുക. ഒരു ഡിഫിക്കൽട്ടി ഇല്ല. അതിനെ ചില ആൾക്ക് പോസ്റ്ററിലാക്കാൻ പറഞ്ഞാൽ ഭയങ്കര വിഷമമായിരിക്കും, അറിയില്ല എന്നെല്ലാം പറയും. അപ്പോൾ വേഗം ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണ് പോസ്റ്റർ മെമോൾ. ഇനി അത് നമുക്ക് ഒരു 5 മിനിറ്റ് കൊണ്ടെല്ലാം ഒരു പോസ്റ്ററിലാക്കാൻ പറ്റും. അത്രയ്ക്ക് ഈസി ചെയ്യാൻ പറ്റും. ടാലൻറ്റ് ഇൻ്റർനാഷണൽ സ്കൂൾ എന്നുള്ള മാറ്റിയിട്ട് ഞാൻ അഡ്മിഷൻ കണ്ടിന്യൂസ് എന്നിട്ട് കൊടുക്കുന്നുണ്ട്. അഡ്മിഷൻ കണ്ടിന്യൂസ്, അഡ്മിഷൻ കണ്ടിന്യൂസ്, അഡ്മിഷൻ കണ്ടിന്യൂസ് എന്ന് കൊടുത്തിട്ട് നമ്മൾ പോസ്റ്ററാക്കുന്നതിൻ്റെ സാധാരണ നമ്മൾ ടൈപ്പ് ചെയ്യില്ലേ, അതേപോലെ ടൈപ്പ് ചെയ്യുക, ടൈപ്പ് ചെയ്തിട്ട് കൊടുക്കുക. ഞാൻ ഇതേപോലെ തന്നെ ക്യാൻവയിലും നിങ്ങൾക്ക് എങ്ങനെ ചെയ്യുന്നത് ഇതേപോലെ തന്നെയാണ് ക്യാൻവയിലും ചെയ്യേണ്ടത്. ക്യാൻവ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കും. ഇതേപോലെ തന്നെ സെയിം ആപ്ലിക്കേഷനാണ്, എന്നാലും കുറച്ചും കൂടി ഈസിയായിട്ട് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നത് പോസ്റ്റർ മൈ വോളാണ്. ബെറ്ററായിട്ട് ചെയ്യാൻ പറ്റുക. വെളിച്ചാൽ മതി, വെളിച്ചിട്ട് ചെറുതാക്കും. നമുക്ക് ചെറുതോ വലുതോ എല്ലാം അങ്ങനെ ആക്കാൻ പറ്റും. നമുക്കത് വേണമെങ്കിൽ സെൻറ്ററോട്ട് ടെക്സ്റ്റ് വേണ്ടിയിട്ട് സെൻറ്ററിലോട്ട് കൊണ്ടുവരാം. ഇവിടെ അലൈൻമെൻറ്റ് ഓപ്ഷൻ ഉണ്ട് താഴെ, ചെറുതാക്കുക വലുതാക്കുക എന്ത് വേണമെങ്കിൽ ചെയ്യാം. താഴെ നമ്മളെ അലൈൻമെൻറ്റ് ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്തിട്ട് താഴെ അലൈൻമെൻറ്റ് എന്നൊന്നുകൂടി ടൈപ്പ് ചെയ്യുന്നുണ്ട്. അഡ്മിഷൻ കണ്ടീഷൻ താഴെ എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ താഴെ വരും. ഏതാ ക്ലാസ് കൊടുക്കുക, നമ്മൾ സ്കൂളിലെ ക്ലാസ് ഏതുവരെയാണോ, പ്രീ കെ ജി ടു 10th ആണോ, അല്ലെങ്കിൽ പ്രീ കെ ജി ടു 7th ആണോ, പ്രീ കെ ജി ടു 8th ആണോ, അല്ലെങ്കിൽ പ്രീ കെ ജി ഇല്ലെങ്കിൽ എൽ കെ ജി ടു 4th ആണോ, നമുക്ക് ഇഷ്ടമുള്ള പോലെ നമ്മൾ സ്കൂളിൻ്റെ എന്താണോ സ്കൂളിൻ്റെ ഇത് സ്ട്രെങ്ത് അതേപോലെ നമുക്ക് കൊടുക്കാം. ക്ലാസ് ഏതെല്ലാം വെച്ച് കൊടുക്കുക. ഇതേപോലെ തന്നെ നമുക്ക് ഏത് ബിസിനസ്സാണോ എല്ലാത്തിൻ്റെയും ഇതുണ്ടാവും, പോസ്റ്റർ ഉണ്ടാവും കേട്ടോ. നിങ്ങൾ ചെയ്ത് നോക്കുക. എടുത്തിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി, ഞാനതിൻ്റെ ആൻസർ ചെയ്യുന്നതാണ്. അത് സെൻറ്ററോട്ട് ആക്കണമെങ്കിൽ നമ്മളെ അലൈൻമെൻറ്റ് ഉണ്ട്. അലൈൻമെൻറ്റ് എല്ലാം സാധാരണ നമ്മൾ വേർഡ് ചെയ്യുന്നില്ലേ, അലൈൻമെൻറ്റ് ടെക്സ്റ്റ് എലിമെൻറ്റ് സെൻറ്റർ ലെഫ്റ്റ് എന്നുള്ളത്, അത് നമുക്ക് വേണമെങ്കിൽ നടുക്കോട്ടാക്കാം. നമ്മളെ പോസ്റ്റർ റെഡി ആയിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ നമ്പറെല്ലാം ഇവിടെ നിന്നെല്ലാം മാറ്റി കൊടുക്കട്ടോ. ഞാനിപ്പോൾ ഇത്രേ ചെയ്യുന്നുള്ളൂ, കാരണം ഞാൻ നിങ്ങൾക്ക് ഇത് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രം ചെയ്യുന്നതാണ്. വേണമെങ്കിൽ ഇവിടെ നിന്ന് എൻ്റർ ചെയ്തിട്ട് നമ്പറെല്ലാം മാറ്റാം കേട്ടോ. ഇത്രയേ ഉള്ളൂ പോസ്റ്റർ. നമ്മൾ പോസ്റ്റർ ആക്കി കഴിഞ്ഞാൽ 5 മിനിറ്റ് കൊണ്ട് കഴിഞ്ഞല്ലേ, അത്രയ്ക്ക് ഈസി ചെയ്യാൻ പറ്റും. മേലെ താഴെ കണ്ടത് ഒന്ന് ഇവിടെ തന്നെ പിന്നെ നമ്മൾ മൊബൈലിൽ തന്നെ സേവ് ചെയ്ത് വെക്കുന്നത്, മറ്റേത് നമ്മുടെ ഫോണിലേക്ക് ഗാലറിയിലേക്ക്. ഇതെന്ന് വെച്ചാൽ ഭയങ്കര ഈസി ആയിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടമാണ്, കാരണം വേഗം ഇത് ഡൗൺലോഡ് ചെയ്തിട്ട് നമ്മളെ ഗാലറിയിലേക്ക് വരും. ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, നേരെ അത് അമർത്തിയാൽ മതി. നേരെ അത് മേലത്തെ അമർത്തി കഴിഞ്ഞാൽ നേരെ ഡൗൺലോഡ് മേലത്തെ ആ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ ഡൗൺലോഡ് എത്തും. പിന്നെ അവിടെ ഈ ഗ്രീൻ കളർ എന്നാൽ ബാക്ക്ഗ്രൗണ്ട് കളറെല്ലാം മാറ്റാൻ പറ്റുന്ന ഓപ്ഷനാണ്. അത് വേണമെങ്കിൽ നമുക്ക് മാറ്റുകയും ചെയ്യാം. അമർത്തി ആ മേലത്തെ ഇങ്ങനെയുള്ളൊരു ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ ഡൗൺലോഡ് എന്നുള്ളത് നമുക്ക് നേരെ ഡൗൺലോഡ് ഓപ്ഷൻ വരും. അത് അമർത്തി കഴിഞ്ഞാൽ ഡൗൺലോഡ് അമർത്തി കഴിഞ്ഞാൽ നമ്മളെ ഫോണിലേക്ക് തന്നെ അത് ഇമേജിലേക്ക് നമ്മളെ ഗാലറിയിലേക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് വരും. വെരി ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും, കാരണം ഒരു പ്രശ്നവുമില്ല. ഡൗൺലോഡ് ആകുന്നുണ്ട് ഫയൽ ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം അത് എങ്ങനെയാണ് ഗാലറിയിൽ അത് വരുന്നതെന്ന്. നേരെ ഇങ്ങോട്ട് എടുക്കുക, നമ്മൾ ആൽബംസ് എടുക്കുക. ആൽബംസിലെ ഫസ്റ്റ് തന്നെ ഉണ്ടാവും, ഫസ്റ്റ് തന്നെ കണ്ട ആൽബംസിൽ അവിടെ ഉണ്ടാവും. ഡൗൺലോഡ് ചെയ്തിട്ട് അവിടെ വന്നിട്ടുണ്ട്, ഡൗൺലോഡ് ചെയ്തിട്ട് ഇനി നമുക്ക് ക്യാൻവയിൽ എങ്ങനെ ചെയ്യാൻ നോക്കാം. ക്യാൻവയിൽ ഒരുപാട് ഓപ്ഷൻ ഉണ്ട്, കാരണം പറഞ്ഞാലും 22 ക്യാൻവേൻ്റെ വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി. ഞാൻ വേറെ തന്നെ ക്യാൻവേൻ്റെ വീഡിയോ ചെയ്യുന്നതാണ്. ഞാൻ ജസ്റ്റ് ഇതൊന്ന് കാണിച്ചു തരുന്നുള്ളൂ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി. ക്യാൻവേൻ്റെ വേറെ തന്നെ വീഡിയോ ഞാൻ ചെയ്യുന്നതാണ്. ക്യാൻവയിൽ ഇഷ്ടംപോലെ ഓപ്ഷൻ ഉണ്ട്, നമുക്ക് ഫോണിൻ്റെ ഫ്രെയിം അങ്ങനെ ഒരുപാട് ഓപ്ഷൻ ഉണ്ട്. ഞാനിൻ്റെ അത് ജസ്റ്റ് എങ്ങനെയാണെന്ന് ഒരു പോസ്റ്റർ ആക്കുമ്പോൾ മാത്രം കാണിച്ചത്. മേലെ സെർച്ച് ബട്ടണിൻ്റെ മേലെ സെർച്ച് ബട്ടൺ ഉണ്ട്, അവിടെ നമുക്ക് പിന്നെ സ്കൂൾ അഡ്മിഷന് കൊടുത്താൽ മതി. സ്കൂൾ അഡ്മിഷന് കൊടുക്കുക, സ്കൂൾ അഡ്മിഷൻ പോസ്റ്റർ ഒന്ന് കൊടുക്കുക.
ഫുൾ അഡ്വർടൈസ്മെൻറ്റ് എന്താ വെച്ചാൽ നിങ്ങൾക്ക് അവിടെ എന്താ വെച്ചാൽ നിങ്ങൾക്ക് നിങ്ങളെ ബിസിനസ്സിന് എന്താണോ അത് അവിടെ കൊടുക്കുക. അത് നമുക്ക് ഇഷ്ടമുള്ള പോസ്റ്റേഴ്സ് അവിടെ വരും. നമുക്ക് വേണമെങ്കിൽ ഇതിന് ചേഞ്ച് ചെയ്തിട്ട് നമുക്ക് പോസ്റ്റർ ആക്കാൻ പറ്റും. സെയിം ആണ്. പോസ്റ്റർ മൈ വോൾ എങ്ങനെയാണോ ക്യാൻവയിൽ അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. ഒരുപാട് ഫ്രീ പോസ്റ്റേഴ്സ് ഉണ്ടാവും, നമുക്കത് എഡിറ്റ് ചെയ്യാം. നല്ലൊരു പോസ്റ്ററാണ് ഇത്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നമുക്കിത് വേണമെങ്കിൽ ഇതും അതുപോലെ തന്നെ നമ്മളെ പോസ്റ്റർ മൈ വോളിൽ എങ്ങനെയാണ് അത് ഇതുപോലെ തന്നെ എഡിറ്റ് ചെയ്തിട്ട് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. അവിടെ അമർത്തിക്കഴിഞ്ഞാൽ നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും. അതെല്ലാം റീപ്ലേസ് ചെയ്യാൻ പറ്റും. വേണ്ടെങ്കിൽ അത് നമുക്ക് പോക്കിക്കളാം ചിത്രം, വേണമെങ്കിൽ റീപ്ലേസ് ചെയ്യുക ചിത്രം. ഒരുപാട് ഓപ്ഷൻ ഉണ്ട് ഇതിൻ്റെ അകത്ത്. അതേപോലെ തന്നെ നമ്മൾ പോസ്റ്റർ പോലെ എങ്ങനെയാണ് ചെയ്യേണ്ടത് അതേപോലെ തന്നെ ഇതും ചെയ്താൽ മതി. ക്യാൻവയിൽ നിങ്ങൾക്ക് ക്യാൻവേൻ്റെ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി. ഞാൻ നിങ്ങൾക്ക് വേറെ തന്നെ ഒരു വീഡിയോ ചെയ്ത് തരുന്നതാണ്. അത് എഡിറ്റ് ചെയ്യാൻ നമുക്ക് വേണ്ടെങ്കിൽ അത് പൊക്കിക്കളയാം. മേലത്തെ ഓപ്ഷൻ ഡിലീറ്റ് അത് പൊക്കിക്കളയുന്ന ഫോണ്ട് വേണമെങ്കിൽ നമുക്ക് മാറ്റാം. അങ്ങനെ ഒരുപാട് നമ്മൾ പോസ്റ്റർ മോളിൽ എങ്ങനെയാണോ ചെയ്ത് അതേപോലെ തന്നെ നമുക്ക് ക്യാൻവയിലും ചെയ്യാൻ പറ്റും. ഇത്രയേ ഉള്ളൂ. പോസ്റ്റർ ഞാൻ ജസ്റ്റ് ചെറിയൊരു ഇതിലാക്കിയിട്ടുണ്ട്. ഇതേപോലെ തന്നെ പോസ്റ്റർ മൈ വോൾ എങ്ങനെയാണ് ചെയ്ത് അതേപോലെ തന്നെ ക്യാൻവയിലും ചെയ്യുക. ഓക്കെ, നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മേലൊരു ഡൗൺലോഡ് ഓപ്ഷൻ ഉണ്ട്, ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ഓപ്ഷൻ ഉണ്ട്, ഡൗൺലോഡിലേക്ക് വരും. ഡൗൺലോഡ് ആ ബട്ടൺ അമർത്തി കഴിഞ്ഞിട്ട് ഡൗൺലോഡ് ആവും. ഡിസൈൻ ഡൗൺലോഡ് ചെയ്തിട്ട് വരുന്നുണ്ട്. ഇനി അത് നേരെ വേണമെങ്കിൽ നമുക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. വരെയായിരിക്കും വേണമെങ്കിൽ ഷെയർ ചെയ്യുക, വാട്സപ്പിൽ ഷെയർ ചെയ്യുക. ഇത് ഈ ഡൗൺലോഡ് ചെയ്തത് നമ്മളെ ഗാലറി തന്നെ ഉണ്ടാകും കേട്ടോ. ഗാലറി നോക്കിയാൽ മതി. ചിലപ്പം ഗാലറിയിൽ വന്നിട്ടില്ലെങ്കിൽ ക്യാൻവയിൽ ഒരു പ്രശ്നമുണ്ട്, ചിലപ്പം ഗാലറിയിലേക്ക് വരും. എന്തെങ്കിലും വാട്സപ്പിലേക്ക് ഷെയർ ചെയ്ത് കൊടുത്താൽ മതി. നമ്മളെ ഫോണിൻ്റെ ഗാലറിയിലേക്ക് വാട്സപ്പിലായിട്ട് വരും. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.